എൻ്റെ പേര് സജി. ഞാൻ കാർപ്പൻ്ററാണ്. ഒരു 10-36 വർഷമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതിനിടയിൽ പല വുഡ് പ്രോഡക്റ്റുകളും വന്നിട്ടുണ്ട്. പല സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. പ്ലൈവുഡ്, മൾട്ടിവുഡ്, MDF, അങ്ങനെയുള്ള ലാമിനേറ്റ് ഷീറ്റ്, ഒത്തിരി പല പ്രോഡക്റ്റ് ഈ കാലയളവിൽ വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുമുണ്ട്. പ്ലൈവുഡിലും MDFിലൊക്കെ കണ്ടിരിക്കുന്നത് പറഞ്ഞാൽ MDF സ്ക്രൂ ചെയ്യുമ്പോൾ ഈ MDFിനും പ്ലൈവുഡിനും ഒരേ സംഭവം തന്നെ. സ്ക്രൂ ചെയ്യുമ്പോൾ ഗ്യാപ്പായി പോകും, വിലക്കുറവുണ്ട്. പ്ലൈവുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതുമേ വേറെ ഒത്തിരി വർക്കുകൾ പിന്നീട് വരും. ലാമിനേറ്റ് ചെയ്യണം, ഗമ്മിട്ട് ഒട്ടിക്കണം, അങ്ങനെയുള്ള കുറേ ചിലവുകളോട് അഡീഷണൽ ചിലവുകൾ വരും. തോംസൺ ഫൈലറിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും അത് 2 വശവും ലാമിനേറ്റാണ്. അപ്പോൾ ശരിക്കും പറയാൻ ഞങ്ങൾക്ക് അതിൻ്റെ വർക്ക് ലാഭമുണ്ട്, മെറ്റീരിയലിൽ ലാഭമുണ്ട്, ലാമിനേറ്റ് ചെയ്യേണ്ട, അതെല്ലാം ഫിനിഷാണ്. പിന്നെ 2 5 ലെയറാണ്. അപ്പോൾ അതിൻ്റെ സെൻട്രൽ ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്ക്രൂ പിടുത്തമാണ്. അതുകൊണ്ട് നമുക്ക് സ്ക്രൂ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. നമ്മൾ അത്ര വർഷങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് അത് മനസ്സിലാവുന്നുണ്ട്. നല്ല കടുപ്പത്തിൽ തോന്നിക്കുന്നുണ്ട്. ബെൻഡാവുകയല്ല, അതും ബെറ്ററാണ്. കാര്യം ഞങ്ങൾ പല വുഡുകൾ ഉപയോഗിച്ചിട്ട് ബെൻഡായി പോകുന്നുണ്ട് വലിയ ഡോറുകൾ. ഇതിപ്പോൾ ഇങ്ങനെ ബെൻഡ് വരുന്നില്ല.